ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ട്രെൻഡിങ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു സാധനമാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്. ആദ്യമായിട്ട് കേട്ട സമയത്ത് എനിക്ക് വൻ പുച്ഛായിരുന്നു. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിന് വേറെ പണിയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ സെലിബ്രിറ്റീസ് വന്ന് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയവരൊക്കെ വന്ന് പറയുന്നു അവരുടെ സക്സസിന് ബിഹൈൻഡ് മാനിഫെസ്റ്റേഷൻ ആണെന്ന്. അങ്ങനെ ഇത് കേട്ട് കേട്ട് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഇനി അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നുള്ളത്. പക്ഷേ നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ബിരിയാണീസ് മാത്രമല്ല കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ്റെ ബിഹൈൻഡുള്ള സയൻസ് തേടിപ്പോയി. അങ്ങനെ ഞാൻ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കി. അത് നിങ്ങളും അറിയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ്റെ ബിഹൈൻഡുള്ള സയൻസ്, അതുപോലെ തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡും. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് സയൻസ് ബിഹൈൻഡ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ റൂട്ട് എന്നൊക്കെ പറയുന്ന കാര്യം ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഇനി എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് രണ്ട് മീനിങ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലോ കോയിലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്: ഇഫ് യു വാണ്ട് സംതിങ് ഓൾ ദ യൂണിവേഴ്സ് കോൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. അതായത് നമ്മൾ ഒരു കാര്യത്തെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ യൂണിവേഴ്സ് മുഴുവൻ നമ്മളെ അത് നേടാൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ മീനിങ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് അട്രാക്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് തിങ്സ് ഇൻ ടു യുവർ ലൈഫ്. അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിലോട്ട് പോസിറ്റീവ് കാര്യങ്ങൾ വരികയും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുടെ ലൈഫിലോട്ട് നെഗറ്റീവ് കാര്യങ്ങൾ വരികയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു മീനിങ്. ഒരു പക്ഷേ ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പം അങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം രണ്ടിനും ഒരേ മീനിങ് തന്നെയല്ലേ എന്നുള്ളത്. പക്ഷേ സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ ഫസ്റ്റ് മീനിങ്ങിൽ യൂണിവേഴ്സ് നമ്മളെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ്. സെക്കൻഡിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ ലൈഫ് തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരുന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ലോ ഓഫ് അട്രാക്ഷൻ്റെ മുകളിലാണ്, ലോ ഓഫ് അട്രാക്ഷൻ ആണ് അടിത്തറ എന്നുള്ളത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ മുകളിലാണ് മാനിഫെസ്റ്റേഷൻ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാനിഫെസ്റ്റേഷൻ്റെ ടെക്നിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി സയൻസിലോട്ട് വരികയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ ചോദിച്ചാൽ അതെ. പക്ഷേ ഇതിൽ ഏത് മീനിങ് ആണ് പ്രൂവൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് ഇത് സയൻറ്റിഫിക്കലി ലോ ഓഫ് അട്രാക്ഷൻ പ്രൂവ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ടൂൾ എന്നൊക്കെ പറയുന്നത് റെഡ് കാർ തിയറിയാണ്. അപ്പോൾ എന്താണ് റെഡ് കാർ തിയറി എന്നുള്ളത് ഒരു സ്റ്റോറി ലൈനായിട്ട് ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് റോഡിലൂടെയാണ് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാറുകൾ പാസ് ചെയ്ത് പോകുന്നു, ഒരുപാട് ബൈക്കുകൾ, ഒരുപാട് വാഹനങ്ങൾ പാസ് ചെയ്ത് പോയിട്ടാണ് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് എത്തുന്നത്. അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിട്ട് കൂട്ടുകാരൻ നിങ്ങളോട് ചോദിക്കുകയാണ് നീ വരുന്ന വഴിക്ക് എത്ര റെഡ് കാർ കണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്പെസിഫിക്കലി നിങ്ങൾക്ക് കൗണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു 5-6 കണ്ടു കാണുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തടി തപ്പുന്നു അവിടെ നിന്ന്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് നിങ്ങൾ നോക്കുമ്പോൾ റോഡിലൂടെ എല്ലാം റെഡ് കാർസ് കൂടുതലായിട്ട് കാണുക. അവിടെ ഇവിടെ ഒക്കെ റെഡ് കാർ, എവിടെ നോക്കിയാലും റെഡ് കാർ എന്നുള്ളൊരു ഫീല്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ ഫിനോമിന നടക്കുന്നതിന് സൈക്കോളജിക്കലി ഒരു റീസൺ ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിലെ ഒരു പാർട്ടായ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അഥവാ RAS എന്ന് പറയുന്ന സിസ്റ്റം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലോട്ട് വരുന്ന ഇൻഫർമേഷനിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കിയിട്ട് അതിന് ഫോക്കസ് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? നിങ്ങളുടെ RAS സിസ്റ്റം എന്ത് വിചാരിച്ചു? ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അത് ഫോക്കസ് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് റെഡ് കാർസ് നിങ്ങൾ നോട്ടീസ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഫോർമലി പറഞ്ഞ റെഡ് കാർ തിയറി എന്നുള്ളത്. ഇനി ഇതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ഒരു ബ്രേക്കപ്പ് ഫേസിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ് ലവറുടെ പേര് ഒരുപാട് ഹോട്ടൽസിന് അല്ലെങ്കിൽ ഒരുപാട് വാഹനത്തിന് ആ പേരുള്ള പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് വരെ അവരുടെ പേരിലായിരിക്കും എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ RASൻ്റെ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്, സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ ഒരു ആക്ടിവിറ്റി ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ലോ ഓഫ് അട്രാക്ഷൻ രണ്ട് മീനിങ് ഉണ്ടല്ലോ. ഈ രണ്ട് അടിത്തറയിൽ കെട്ടിപ്പൊക്കുന്ന മാനിഫെസ്റ്റേഷൻ രണ്ട് രീതിയാണ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് സെക്കൻഡ് മീനിങ്ങിൽ നിന്ന് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോ, ഹൗ ടു ഡു മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ടെക്നിക്കിൻ്റെ സയൻസ് എന്താണ് അല്ലെങ്കിൽ സൈക്കോളജി എന്താണ് ബിഹൈൻഡ് ഉള്ളത് എന്നും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് വേണ്ട കാര്യം വിഷൻ ബോർഡാണ്. ഇനി എന്താണ് വിഷൻ ബോർഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് വിഷൻ ബോർഡിലെ പരിപാടി. ഇനി വിഷൻ ബോർഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പോയിന്റ്സ് ഞാൻ പറയാം: ഹെൽത്ത്, വെൽത്ത്, പേഴ്സണൽ ഗ്രോത്ത്, റിലേഷൻഷിപ്സ്. ഈ 4 മെയിൻ പോയിന്റ്സ്. ഇനി ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ 4 പോയിന്റ്സിൽ നിങ്ങൾ കൃത്യമായ നിങ്ങളുടെ ഗോളുകൾ അതിൽ ലിസ്റ്റ് ചെയ്ത് വെക്കണം. ഇനി എന്നും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വേണം വിഷൻ ബോർഡ് വെക്കാൻ. നിങ്ങൾ എന്നും എണീറ്റ ഉടനെ കാണുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ ഒരു സ്ഥലത്ത് വെക്കാൻ ശ്രമിക്കുക.
ഇനി ഓൾറെഡി പറഞ്ഞ പോലെ എന്നും കാണേണ്ട ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വൈബ്രന്റ് ആക്കാം. നിങ്ങൾക്ക് കുറേ ഫോട്ടോസ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് കളർഫുൾ ആക്കി മാറ്റാം, അല്ലെങ്കിൽ പിൻട്രസ്റ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് മാറ്റാം. നിങ്ങൾക്ക് ഇനി അത്ര വൈബ്രൻസി ഒന്നും വേണ്ട, ഫോർമലായിട്ട് എഴുതാനാണെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിലെ സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോൾസ് എല്ലാം. അല്ലെങ്കിൽ ഒരു പക്ഷേ പറയുകയാണ് ഡെയിലി ഡോസ് ഓഫ് മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ദിവസം ഇത് കാണുന്തോറും നമുക്ക് മോട്ടിവേഷൻ കൂടിക്കൊണ്ടിരിക്കും, നമുക്കിത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും വിഷൻ ബോർഡ് നോക്കുന്നത് മോട്ടിവേഷന് വേണ്ടി മാത്രമാണോ? അല്ല, ഇനിയാണ് നമ്മുടെ RAS അതായത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പരിപാടി തുടങ്ങുന്നത്. നമ്മളിത് ഡെയിലി വിഷൻ ബോർഡിൽ പോയി നമ്മുടെ ഗോൾസ് നോക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഇത് ഫോക്കസ് ചെയ്യും, അതായത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിക്കൊണ്ട് ഫോക്കസ് ചെയ്യും. അത് നമുക്ക് എങ്ങനെയാണ് ഉപകാരം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇപ്പോൾ വിഷൻ ബോർഡിലുള്ള നമ്മളുടെ ഒരു ഗോളാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഗോൾ നമ്മൾ രാവിലെ വായിക്കുന്ന സമയത്ത് നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അത് ഫോക്കസ് ചെയ്യും. അങ്ങനെ നമ്മൾ അന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഈ ബിസിനസ് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങും. അതായത് നിങ്ങളൊരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ഈ ചായക്കടക്കാരനോട് നിങ്ങൾ പതിയെ അന്വേഷിക്കും, നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ഇന്നോവേറ്റീവ് ബിസിനസ് ഐഡിയാസ് ഒക്കെ ചിന്തിക്കും. വഴിയിൽ കാണുന്ന ചില ബിസിനസ്സുകൾ ഇതിങ്ങനെ ചെയ്തുകൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള ഒരുപാട് ഐഡിയാസ് കിട്ടും. അതായത് ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മുടെ വിഷൻ ബോർഡിൽ കൊടുത്തിരിക്കുന്ന റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഗോൾസിലോട്ടുള്ള പാത്ത് വേ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ബ്രെയിൻ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്തതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? കൃത്യമായിട്ടുള്ള ഒരു ഗോൾ കിട്ടി, അതിലോട്ടുള്ള ഒരു പാത്ത് വേയും കിട്ടി. ഇനി ഈ പാത്ത് വേയിലൂടെ പോകേണ്ടത് നിങ്ങളാണ്. ഈ പാത്ത് വേയിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ എഫേർട്ട് വേണം, ഹാർഡ് വർക്ക് വേണം, നിങ്ങളുടെ സ്മാർട്ട് വർക്ക് വേണം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പാത്ത് വേയിലോട്ട് എത്തുന്നത്. മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് എന്തായി? കൃത്യമായിട്ടുള്ള ഒരു മാപ്പിംഗ് സിസ്റ്റം വന്നു. അതായത് ഒരു ഗോളും കിട്ടി, അതിലോട്ടുള്ള ഒരു പാത്ത് വേയും കിട്ടി. ഇനി ഇതിൽ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അഫർമേഷൻ്റെ കാര്യമാണ്. അതായത് നമ്മൾ വിഷൻ ബോർഡ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്തതായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, യൂണിവേഴ്സിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഈ അഫർമേഷൻ്റെ കാര്യം ഓരോ ആളുകൾക്കും ഓരോ പോലെയാണ്. അതായത് ഇതിൽ മറ്റൊരു സൈക്കോളജി വരുന്നത് നമ്മളുടെ ആഗ്രഹം, അതായത് നമ്മുടെ ഗോൾ, ഇപ്പോൾ ഒരു കാറ് വാങ്ങിക്കാനുള്ള ഗോളുള്ള മനുഷ്യനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി വിഷൻ ബോർഡ് നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കാറ് വാങ്ങിയതായിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ഒരു ഡോപ്പമിൻ റഷ് വരും. അതായത് നമ്മൾ കാറ് ശരിക്കും വാങ്ങുന്ന ദിവസം നമ്മൾ അനുഭവിക്കേണ്ട ഒരു സന്തോഷത്തിൻ്റെ ചെറിയ പാർട്ട് നമ്മൾ ഡെയിലി അനുഭവിക്കുന്നുള്ളതാണ്. അപ്പോൾ ചിലവർക്ക് ഇത് മടുപ്പായിരിക്കും. ഡെയിലി നമ്മളിങ്ങനെ സന്തോഷം കുറച്ച് ഒരേ കാര്യം ആലോചിച്ച് ചെയ്യുമ്പോൾ ചിലവർക്കത് മടുപ്പാവും. എന്നാൽ മറ്റു ചിലർക്ക് അതൊരു മോട്ടിവേഷൻ കൂടും. അതായത് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇരട്ടിയായിരിക്കും നാളെ ആഗ്രഹിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ മോട്ടിവേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. അത് രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. ചിലവർക്കത് മടുപ്പായി തുടങ്ങും, ചിലവർക്കത് കൂടുതൽ മോട്ടിവേഷൻ ആവും. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം അഫർമേഷൻ്റെ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്. അതായത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുന്നു വിഷൻ ബോർഡിൽ. അത് നമ്മൾ ഡെയിലി നോക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ അതിലോട്ടുള്ള ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായാലും നടക്കുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ എത്രയും വേഗം നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും